മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവത്തിൻ പൈതൽ ഞാൻ, യേശുവിൻ കൂടെ ഞാൻ മേവുന്നു മന്നിതിൽ മോദമാ. ജീവിതം ധന്യമായി, സങ്കടം തീർന്നുപോയി, ഈ വിധം എന്നും ഞാൻ ഭാഗ്യവാ. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ വിനോദ തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ ദൈവം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള പ്രഭാതവന്ദനം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം വായിച്ചു കേൾക്കുക. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകുന്നു, അവൻ അത് നിവർത്തിക്കും. നമ്മുടെ പ്രാണനും ദേഹവും ആത്മാവും കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമാമണ്ണം വെളിപ്പെടും. അതിനുവേണ്ടി കാക്കുന്നു. ആ കാക്കുന്ന ദൈവൻ ആ കാര്യം നിവർത്തിക്കുക തന്നെ ചെയ്യും എന്നാണ് പൗലോസ് പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ ഒരു സ്വഭാവം നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മെ ദൈവം വിളിച്ചു. 2, ആ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ആ ദൈവം എന്തിനു വേണ്ടി നമ്മെ വിളിച്ചിരിക്കുന്നുവോ അവ നിവർത്തിക്കും. നമ്മെ വിളിച്ചതിൻ്റെ ഉദ്ദേശം ഇവിടെ പറയുകയാണ്, കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ അന്യമാമണ്ണം വെളിപ്പെടുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും ദേഹത്തെയും ദൈവം ശുദ്ധീകരിക്കും. ആ കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണ് എന്ന് പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയുടെ ശ്രേഷ്ഠത എത്ര വലുതാണ്. ഇവിടെ ഈ 2-ാം അധ്യായത്തിന്റെ 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, തന്റെ രാജ്യത്തിനും മഹത്വത്തിനുമായി നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരോടും അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചു ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞു പോന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനുമായിട്ടാണ്. അഥവാ തൻ്റെ രാജ്യത്തിൽ നമ്മൾ വസിക്കുവാനും തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനും വേണ്ടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ആ രാജ്യത്തിനും മഹത്വത്തിനുമായി വിളിച്ചിരിക്കുന്ന ഈ ദൈവത്തിന് യോഗ്യമായിട്ട്, ആ രാജ്യത്തിന് യോഗ്യമായിട്ട്, അവിടുത്തെ മഹത്വത്തിന് യോഗ്യമായിട്ട് നാം നടക്കണം. 4-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വിളിയുടെ മറ്റൊരുദ്ദേശം പൗലോസ് പറയുന്നുണ്ട്. നമ്മൾ വിളിച്ചിരിക്കുന്നത് 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. നമ്മുടെ വിളിയുടെ ഉദ്ദേശം വിശുദ്ധിയ ജീവൻ നയിക്കാൻ വേണ്ടിയാണ്. അശുദ്ധിയിൽ നിന്ന് വേർപെട്ട് ദൈവത്തിന്റെ സ്വഭാവത്തോടുകൂടി ദൈവം വിശുദ്ധനായിരിക്കുന്ന ദൈവത്തെ വിശുദ്ധി ജീവിക്കുവാൻ നമ്മെ ദൈവം വിളിച്ചിരിക്കുക. നമ്മളെ 1 പത്രോസ് അതിൻ്റെ 14-15 വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ പത്രോസും ആ കാര്യം പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മളവിടെ വായിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. അപ്പോൾ നമ്മൾ വിളിച്ച വിശുദ്ധൻ ദൈവം വിശുദ്ധനാ. ആ വിശുദ്ധനൊത്തവണ്ണം നമ്മളെ വിശുദ്ധി പ്രാപിക്കുവാൻ അനുസരണമുള്ള മക്കളായി. എവിടെയൊക്കെ വിശുദ്ധി പ്രാപിക്കണം? എല്ലാ മേഖലയിലും, വാക്കില്, നടപ്പില്, സ്നേഹത്തില്, നിർമ്മലതയില്, വിശ്വാസത്തില്, എല്ലാ മേഖലയിലും വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ ആന്തരികവും ബാഹ്യവുമായ അഥവാ ഹൃദയത്തിലും നമ്മുടെ പ്രവൃത്തിയിലും വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഒന്ന്
റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ് പറയുന്നുണ്ട്, യേശുക്രിസ്തുവിനായിട്ട് അനുസരണം കാണിപ്പാനായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചു. അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അഥവാ വിശ്വാസം, ദൈവത്തിന്റെ വചനം, നാം വിശ്വസിച്ച വചനം നാം അനുസരിച്ച് ജീവിക്കണം. അതിനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. മാത്രമല്ല, നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28 വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ തന്നെ സകലവും നന്മയ്ക്കായി കൂടി ആവരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ നിർണയപ്രകാരമുള്ള വിളി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നമ്മൾക്കൊരു കാര്യം വ്യക്തമായി, ദൈവത്തിന്റെ നിർണയപ്രകാരമുള്ള വിളി നമുക്കും ലഭിച്ചിരിക്കുന്നു. അവർക്ക് വേണ്ടി സകലവും എന്ന് പറയുമ്പോൾ, താഴോട്ട് വരുമ്പോൾ ആ സകലവും എന്താണെന്ന് പൗലോസ് പറയുന്നുണ്ട്. തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ ദൈവം നമ്മെ മുൻ നിയമിച്ചു. അപ്പോൾ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അതാണ് സകലവും നന്മയ്ക്കായിട്ട് കൂടിയാവരിപ്പിക്കുന്നത്. അഥവാ നമ്മെ വിളിച്ച് നീതീകരിച്ച് തേജസ്കരിച്ച് കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ തക്കവണ്ണം സകലവും നന്മയ്ക്കായിട്ട് കൂടിയാവരിക്കണം. അതാണ് ഏറ്റവും വലിയ നന്മ. ഒരുപക്ഷെ സകലവും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ ഈ ഭൂമിയിലെ നന്മയെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. ഈ ഭൂമിയിൽ നമുക്ക് നേരിടുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട് മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. എന്നാൽ അതല്ല ആത്യന്തികമായ നന്മ. തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നന്മ. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആ സ്വഭാവത്തോട് അനുരൂപപ്പെടുവാൻ, അഥവാ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ആ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവ വിശ്വസ്തൻ. കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ, അഥവാ ദൈവം. നമ്മളോടുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തു നമ്മുടെ കർത്താവാണ്, നമ്മുടെ യജമാനാണ്. ആ കർത്താവിന്റെ കൂട്ടായ്മയിലേക്ക്, അഥവാ കർത്താവുമായിട്ട് നമ്മുടെ ജീവിതത്തെ പങ്കുവെക്കുവാൻ, അല്ലെങ്കിൽ കർത്താവിനായിട്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നമ്മളെ ദൈവം വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വിളിച്ചിരിക്കുന്ന ദൈവം നിവർത്തിക്കുന്ന ദൈവമാണ്. എന്തിനാണോ വിളിച്ചിരിക്കുന്നത് അത് ദൈവം നിവർത്തിക്കും. ഇസ്രായേലിന്റെ ചരിത്രം നാം പഠിച്ചാൽ, ദൈവം എങ്ങനെയുള്ള ദൈവമാണ് ആ ബിലയാം പറയുന്നത് നമ്മൾ സംഖ്യാപുസ്തകം അതിന്റെ 23-ാം അധ്യായത്തിന്റെ 23 വരുമ്പോൾ അതിന്റെ 19-ാം വാക്യത്തിൽ ബിലയാം പറയുന്നതായ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് വളരെ സുപരിതമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു, 23-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു, വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ച് ചെയ്യാതിരിക്കുമോ, താൻ അരുളിച്ച് നിവർത്തിക്കാതിരിക്കുമോ? ദൈവം ഒരിക്കലും താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കത്തില്ല. താൻ അരുളിച്ചത് നിവർത്തിക്കുന്ന ദൈവമാണ്. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലാണെങ്കിലും ദൈവം മനുഷ്യരോട് ചെയ്ത ഏതൊരു വാഗ്ദത്വവും ദൈവം നിവർത്തിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ദൈവത്തിൽ ആശ്രയിച്ച് ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് ചാരി വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് നമ്മുടെ ജീവിതയാത്ര കഴിക്കാം. ദൈവത്തിന്റെ ആത്മാവനായി നമ്മെ സഹായിക്കട്ടെ.